നമസ്കാരം, ഏവർക്കും ഹരിതമംഗളത്തിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ കീർത്തിയാണ്. ഇന്നത്തെ ഹരിതമംഗളത്തിലൂടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക അറിവുകളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. കർഷകരുടെ സെഗ്മെന്റായ കർഷക മിത്രത്തില് ഇന്ന് കൂടെയുള്ളത് GST അസിസ്റ്റന്റ് കമ്മീഷണറായി വിരമിച്ച ജോസ് എന്ന കർഷകന്റെ സമ്മിശ്ര കൃഷിയെക്കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കർഷകനിലൂടെ കേട്ടറിയാം. കർഷകമിത്രം. ഞാൻ ജോസ് ചുങ്കപ്പുര, സെൻട്രൽ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 3 വർഷം മുമ്പ് അസിസ്റ്റന്റ് കമ്മീഷണറായി റിട്ടയർ ചെയ്തു. തലമുറകളായി പ്ലാന്റേഷൻ മേഖലയിൽ സജീവമായ ഒരു കുടുംബ പശ്ചാത്തലമാണ്. ഔദ്യോഗിക ജീവിതകാലത്തും കൃഷി ഒരു ഹരമായി കൊണ്ടു നടന്നിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ഫുൾ ടൈം കൃഷിക്കാരനായിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു ഫുൾ ടൈം കൃഷിക്കാരനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി കമുക് കൃഷിയും 5 വർഷമായി കാപ്പി കൃഷിയും നല്ല ആദായം നൽകുന്നതിനാൽ ഇവയിൽ കൂടുതൽ ശ്രദ്ധ നൽകി വരികയാണ്. ഈ നവംബർ 15 ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൽ കിലോയ്ക്ക് 500 രൂപ കൊട്ടടയ്ക്ക് ലഭിക്കുകയുണ്ടായി. കർഷകർക്ക് നല്ല ഗുണനിലവാരമുള്ള തൈകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ മറയൂരിൽ തോട്ടത്തിനോട് ചേർന്ന് ചുങ്കപ്പുര നഴ്സറി എന്ന പേരിൽ ഒരു നഴ്സറി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. കമുക്, കാപ്പി, സിൽവർ റോക്ക്, പഴവർഗ്ഗങ്ങളായ പാഷൻ ഫ്രൂട്ട്, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, വിയറ്റ്നാം സൂപ്പർ എയർലി, ചക്ക എന്നിവയുടെ തൈകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കമുകിൽ മംഗള, മോഹിത് നഗർ, ഇന്റർസി മംഗള, കാസർഗോഡൻ, സ്വർണ്ണമംഗള എന്നിവയുടെ 1 വർഷവും 2 വർഷവും പ്രായമായ തൈകൾ വികസിപ്പിച്ചു വരുന്നു. തൈകളുടെ മികച്ച ഗുണനിലവാരം മൂലം കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരെ കർഷകർ ഈ ചുങ്കപ്പുര നഴ്സറിയിൽ വന്ന് തൈകൾ വാങ്ങി ഇപ്പോൾ തന്നെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കമുക് തനിവിളയായി കൃഷി ചെയ്യുമ്പോൾ 1 ഏക്കറിൽ 9x9 അടി അകലത്തിൽ 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച വലിപ്പമുള്ള കുഴികൾ എടുക്കണം. അതിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് മേൽമണ്ണുമായി ചേർത്ത് പകുതി കുഴി മൂടിയതിന് ശേഷം കൂടത്തൈകൾ നടുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. 1 വർഷം പ്രായമായ തൈകൾ നട്ടാൽ 3.5 വർഷം കൊണ്ട് കൊലിച്ചു തുടങ്ങും. 1 ഏക്കറിൽ നിന്നും ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 4 ലക്ഷം രൂപ വരെ ആദായം പ്രതീക്ഷിക്കാം. 1 ഏക്കറിൽ ഒരു 25 സിൽവർ റോക്കോ അല്ലെ മഹാണിയുടെ നട്ട് അഗ്രോ ഫോറസ്ട്രി എന്ന ഒരു കൃഷി സമ്പ്രദായം നടപ്പിലാക്കുന്നത് നന്നായിരിക്കും. ഇവയിൽ കുരുമുളക് കൂടി പിടിപ്പിച്ചാൽ ഒരു അഡീഷണൽ ഇൻകം ലഭിക്കുന്നതിന് സഹായകരമാവും. കമുകിനെ സംബന്ധിച്ചിടത്തോളം വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അതിനാൽ കർണാടകത്തിൽ സീസണിൽ പോയിട്ട് വൻകിട തോട്ടങ്ങളിൽ നിന്നും 2ാമത്തെ കൊല എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് 1 വർഷമായ തൈകളാണ് മാർക്കറ്റിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വാങ്ങിയ ആൾക്കാർ വളരെ സംതൃപ്തരാണ്. അവരാണ് കൂടുതൽ കൃഷിക്കാരെ ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. കമുക് കൃഷിയാണ് ഇന്നിപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ആദായകരമായ കൃഷി എന്നുള്ളതിൽ തർക്കമില്ല. കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ട് വളരെ പ്രശസ്തമായൊരു പഴവർഗ്ഗമാണ്. വളരെ സ്വാദേറിയ ഒരു ഫ്രൂട്ടാണ്. അവിടുത്തെ കാലാവസ്ഥയും മണ്ണും എല്ലാം കൊണ്ട് ഒരു പ്രത്യേകതയുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണ്. അതിന് മാർക്കറ്റിൽ ഇപ്പോൾ 260 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളും ഞങ്ങളുടെ ചുങ്കപ്പുര നഴ്സറിയിൽ ഡെവലപ്പ് ചെയ്യും. കർഷകമിത്രം. GST അസിസ്റ്റന്റ് കമ്മീഷണറായി വിരമിച്ച ജോസ് എന്ന കർഷകന്റെ സമ്മിശ്ര കൃഷിയെപ്പറ്റിയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഹരിതമംഗളത്തിലേക്ക്. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മംഗളം 91.2, നാടിനൊപ്പം നേരിനൊപ്പം.